സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സനൽകുമാർ, വേദിയിലുള്ള പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജില്ലാ നേതാക്കൾ, പ്രതിനിധി സഖാക്കളെ, 24ാമത് പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ മാസം 2-ാം തീയതി മുതൽ 6-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലായി മധുരയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് സമ്മേളനങ്ങൾ ഓരോന്നോരോന്നായി പൂർത്തീകരിച്ച് വരുന്നത്. മറ്റ് ജനാധിപത്യ പാർട്ടികൾ എന്ന് പറയുന്ന പാർട്ടികളെല്ലാം പതിറ്റാണ്ടുകളായി നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഭാരവാഹികളുമായി മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് 3 വർഷം പൂർത്തിയാകുമ്പോൾ പാർട്ടി സംഘടനാപരമായ പരിശോധനയും പുതിയ കേഡർമാരെ കണ്ടെത്തി പഴയ നേതാക്കളോടൊപ്പം സംഘടനാപരമായ പുനഃസംഘടനയും നടത്തിക്കൊണ്ടാണ് ഓരോ സമ്മേളനങ്ങളും പൂർത്തീകരിച്ച് വന്നത്. എല്ലാം ജനാധിപത്യപരമായ പ്രക്രിയയിലൂടെയാണ് ഞങ്ങൾ ഈ ദൗത്യം നിർവഹിക്കുന്നത്. സെപ്റ്റംബർ മാസമാണ് ഞങ്ങളുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചത്. 38,000 ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാക്കി. 2444 ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയായി. 209 ഏരിയ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. ജില്ലാ സമ്മേളനങ്ങൾ, ഇത് 4ാമത്തെ സമ്മേളനമാണ് കേരളത്തിൽ നടക്കുന്നത്. കൊല്ലം, തിരുവനന്തപുരം, വയനാട് സമ്മേളനങ്ങളാണ് ഇതിനകം നടന്നു കഴിഞ്ഞത്. ശരിയായ ജനാധിപത്യ സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ പ്രക്രിയ ഏതാണ്ട് 8 മാസക്കാലമാണ് തുടരുക. പത്തനംതിട്ട ജില്ലാ സമ്മേളനം ഇവിടെ നടക്കുന്ന സന്ദർഭത്തിലുള്ള സാർവദേശീയ ദേശീയ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളെ സംബന്ധിച്ചെല്ലാം വിശദമായിട്ട് പ്രതിപാദിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബ്രാഞ്ച് സമ്മേളനം മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെല്ലാം. ബ്രാഞ്ച് സമ്മേളനം കഴിഞ്ഞ്, ലോക്കൽ സമ്മേളനം കഴിഞ്ഞ്, ഏരിയ സമ്മേളനവും കൂടി കഴിഞ്ഞപ്പോൾ സാർവദേശീയ ദേശീയ കേരള രാഷ്ട്രീയം സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ സമ്മേളനങ്ങളുടെ ഭാഗമായിട്ട് നടത്തിയവരാണ് ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം. സ്വാഭാവികമായും അതിൻ്റെ ഒരു ആവർത്തനത്തിലേക്കൊന്നും പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നേയില്ല. പൊതുവായ പ്രവണതകളെ സംബന്ധിച്ച് മാത്രം ചൂണ്ടിക്കാണിച്ച് ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചുകൊണ്ട് വളർന്നു വരുന്ന മുതലാളിത്ത സമൂഹത്തിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച് മാർക്സ് ശരിയായ രീതിയിൽ വിശകലനം ചെയ്തു. മാർക്സും എംഗൽസും ചേർന്ന് എഴുതിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു, മുതലാളിത്തം നിങ്ങളുടെ മുമ്പിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, അത് ശരിയുമാണ്. എന്നാൽ
ഈ വളർച്ച എല്ലാ കാലവും തുടരുന്ന ഒന്നല്ല. മുതലാളിത്തം അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധിയെപ്പറ്റി കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചു. അതിങ്ങനെയാണ്, ലളിതമായിട്ട് പറഞ്ഞാൽ സമ്പത്ത് കുന്നുകൂടുക ഒരു ഭാഗത്ത്, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക മറുഭാഗത്ത്. ഇത് കൂടിക്കൂടി വരികയാണ് ചെയ്യുക. ഇതിനെയാണ് മുതലാളിത്ത പ്രതിസന്ധി എന്ന് പറയുന്നത്. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന വ്യവസ്ഥ. ഈ മുതലാളിത്ത സമൂഹം തന്നെ സാമ്രാജ്യത്വമായിട്ട് വളരുന്നതിൻ്റെ സൂചനകളും പിന്നീടുണ്ടായി. അതിനെ കൃത്യമായി ലെനിൻ പിന്നീട് മുതലാളിത്തത്തിൻ്റെ ഏറ്റവും ഉയർന്ന കാലഘട്ടം സാമ്രാജ്യത്വത്തെപ്പറ്റി വിശകലനം ചെയ്യുകയും ചെയ്തു. ഈ മുതലാളിത്തത്തിൻ്റെ നാശവും ഇപ്പോഴാണെങ്കിൽ സാമ്രാജ്യത്വത്തിൻ്റെ അന്ത്യവും തൊഴിലാളി വർഗം ഉൾപ്പെടെയുള്ള ജനതയുടെ മോചനവും ഈ ലോകത്ത് സംഭവിച്ചേ പറ്റൂ. വളരെ വ്യക്തതയോടുകൂടി ഒരു ശാസ്ത്രീയമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അത് അവതരിപ്പിച്ചു. അതുകൊണ്ടാണ് നിലവിലുള്ള മുതലാളിത്ത വ്യവസ്ഥയെ തകർത്ത് ഒരു പുതിയ വ്യവസ്ഥക്ക്, സോഷ്യലിസ്റ്റ് വ്യവസ്ഥക്ക് രൂപം നൽകാൻ ചരിത്രം നിയോഗിച്ച വർഗമായ തൊഴിലാളി വർഗത്തെപ്പറ്റിയും തൊഴിലാളി വർഗ നേതൃത്വത്തെ സംബന്ധിച്ചും സമ്പത്ത് എങ്ങനെയാണ് ചില ആളുകളുടെ കൈകളിലേക്ക് കുമിഞ്ഞുകൂടുന്നത് എന്ന് സംബന്ധിച്ച് മാർക്സ് വ്യക്തമാക്കി. അത് മൂലധനത്തോടുകൂടി മിച്ചമൂല്യ സിദ്ധാന്തം തന്നെ അവതരിപ്പിച്ചു. അതിനടിസ്ഥാനപരമായ കാരണം ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയാണ്. ഉൽപാദനോപാധികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഉൽപാദനം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തൊഴിലാളി വർഗത്തെ അവർ പ്രവേശിപ്പിക്കുന്നത്. ആ തൊഴിലാളി വർഗത്തിന് ജീവിക്കാൻ ആവശ്യമായ വരുമാനം മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ അവർ അധ്വാനിക്കുന്ന മൂല്യം, സമ്പത്ത് ചരക്കുൽപാദന മേഖലയിൽ വളരെ കൂടുതലാണ്. ഈ ചരക്കുൽപാദന മേഖലയിൽ വളരെ കൂടുതൽ അധ്വാനം ചെലുത്തി അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന് ലഭിക്കുന്ന ജീവിക്കാനാവശ്യമായ നിത്യോപയോഗ സാധനത്തിൻ്റെ വില, അതുപോലെ സാമൂഹ്യ ജീവിതത്തിനാവശ്യമായ മറ്റത്യാവശ്യ സാധന സാമഗ്രികൾ, അതിൻ്റെ വില മാത്രമായിട്ടാണ് കൂലി. ഈ കൂലി നൽകിക്കൊണ്ടാണ് ചൂഷണം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി കൂലി കൊടുക്കാത്തൊരു വലിയ സിംഹഭാഗം ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയുടെ അധിപൻ എന്ന നിലയിൽ ഈ മുതലാളിമാർ, കുത്തക മുതലാളിമാർ സാമ്രാജ്യത്വം കൈക്കലാക്കുകയാണ്. ഇതാണ് വളരെ 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 പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഈ സാമൂഹ്യ ജീവിതത്തിൽ സാമൂഹ്യ പരിവർത്തനത്തിലേക്ക് നീങ്ങാതെ, സാമൂഹ്യ വിപ്ലവത്തിലേക്ക് പോകാതെ ഈ അന്തരം അവസാനിപ്പിക്കാനാവില്ല. ഈ മുതലാളിത്ത പ്രതിസന്ധി ഇല്ലാതാവില്ല. അപ്പോൾ നിലവിലുള്ള ഉൽപാദന വിതരണ ഘടനയെയും ഭരണകൂടത്തെയും മാറ്റി ഒരു പുതിയ ഭരണകൂടം സ്ഥാപിക്കുക എന്ന തൊഴിലാളി വർഗത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിലൂടെ രൂപപ്പെട്ടു വരുന്നതാണ് സോഷ്യലിസം. നേരത്തെ പറഞ്ഞ മുതലാളിത്ത ഉൽപാദന വിതരണ രീതി എന്ന് പറയുന്നത് ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയും അതിൻ്റെ ഭാഗമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന മിച്ചമൂല്യം മുഴുവൻ കൈവശപ്പെടുത്താനുള്ള അവരുടെ ശേഷിയും അതിനുവേണ്ടി ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലും എല്ലാം മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയുടെ സംരക്ഷകരായി ഇവരെല്ലാം നിലകൊള്ളുന്ന സാഹചര്യം. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കണം. ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയ്ക്ക് പകരം ഉൽപാദനോപാധികളുടെ പൊതു ഉടമസ്ഥത, സ്വകാര്യ ഉടമസ്ഥതയ്ക്ക് പകരം പൊതു ഉടമസ്ഥതയിലേക്ക് വരുമ്പോൾ സമ്പത്ത് സമൂഹത്തിൻ്റെതായിട്ട് മാറും. സമത്വസുന്ദരമായ ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലേക്ക് മുന്നേറാനാവും.
അതിനു വേണ്ടി നടക്കേണ്ടുന്ന വിപ്ലവങ്ങളിൽ, ലോകത്തെമ്പാടും നടക്കേണ്ടുന്ന വിപ്ലവങ്ങളിൽ അതിലാദ്യത്തെ ഏറ്റവും ചരിത്രപ്രസിദ്ധമായ വിപ്ലവമായിരുന്നു 1917 റഷ്യൻ വിപ്ലവം. അതിനു മുമ്പ് ജനാധിപത്യ വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവം മുതൽ ഇങ്ങോട്ട് നിരവധിയായ വിപ്ലവ സമരങ്ങളും പോരാട്ടങ്ങളും പുതിയ ഭരണകൂട നിർമ്മിതിയും ഒക്കെ നടന്നിട്ടുണ്ട്. എന്നാൽ ലോക ചരിത്രത്തിലാദ്യമായിട്ട് തൊഴിലാളി വർഗം ഒരു ഭരണകൂട നേതൃത്വമായിട്ട് മാറുന്ന ആദ്യത്തെ സംഭവം 1917 റഷ്യൻ വിപ്ലവമാണ്. ആ റഷ്യൻ വിപ്ലവത്തോടുകൂടി ഒരു കാര്യം നമുക്ക് മനസ്സിലായി: നിലവിലുള്ള ഭരണകൂടത്തെ മാറ്റാനും ഒരു പുതിയ ഭരണകൂടത്തെ തൊഴിലാളി വർഗത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് നയിക്കാനും സാധിക്കും. അതൊരു പുതിയ അനുഭവമായിരുന്നു, ഒരു പുതിയ വെളിച്ചമായിരുന്നു. ഈ സോവിയറ്റ് റഷ്യയുടെ അനുഭവത്തിൽ നിന്ന് ലോകത്തെമ്പാടുമുള്ള തൊഴിലാളി വർഗം, അധ്വാനിക്കുന്ന ജനത പുതിയ സമൂഹത്തെ സൃഷ്ടിക്കാൻ, സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലേക്ക് ലോകത്തെ നയിക്കാൻ വലിയ രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഉൽപ്പന്നമായിട്ടാണ് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലായാലും, ചൈനയിലായാലും, വിയറ്റ്നാമിലായാലും, ക്യൂബയിലായാലും, കൊറിയയിലായാലും, ലാവോസിലായാലും ഒക്കെ തന്നെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ ഉയർന്നു വന്നത്. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, സാമൂഹ്യ പരിവർത്തനത്തിനുതകുന്ന, ലോകത്താകെ നിലനിൽക്കുന്ന, സാർവദേശീയ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും ഗൗരവമുള്ള ഒരു വൈരുദ്ധ്യം സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിലുള്ളത് തന്നെയാണ്. ഇന്നും അതെ, സാമ്രാജ്യത്വവും സോഷ്യലിസം തമ്മിലുള്ള വൈരുദ്ധ്യം അതിശക്തിയായിട്ട് ഇപ്പോഴും തുടരുകയാണ്. സോവിയറ്റ് റഷ്യ ഇല്ലാതായപ്പോഴും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ മുതലാളിത്തം പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോഴും സോഷ്യലിസവും സാമ്രാജ്യത്വവും തമ്മിലുള്ള വൈരുദ്ധ്യം ഇല്ലാതാകുകയല്ല, കുറയുകയല്ല, അതിശക്തിയായിട്ട് നിലനിൽക്കുക തന്നെയാണ്. 1/3 വിഭാഗം ജനത സോഷ്യലിസ്റ്റ് ചേരിയുടെ ഭാഗമായിട്ട് മുന്നേറിയ ഒരു ഭൂതകാലമുണ്ടായിരുന്നു ലോകത്തിന്. സോവിയറ്റ് റഷ്യയുടെ തകർച്ചയോടുകൂടി അതിലൊരു ഭാഗം നമുക്ക് നഷ്ടമായി. എങ്കിലും ഏതാണ്ട് 20% വരുന്ന ജനത ലോകത്തെമ്പാടും ഇപ്പോഴും വർത്തമാന കാലഘട്ടത്തിലും സോഷ്യലിസത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ ഇടതുപക്ഷ നിലപാടുകൾ വെച്ചുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട പോരാട്ടങ്ങളിലൂടെയും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ സാഹചര്യം തന്നെ നമ്മുടെ മുമ്പിലുള്ളത്. സോഷ്യലിസത്തെ തകർക്കുക എന്നുള്ളത് ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ട അജണ്ടയാണ് അമേരിക്കക്ക്, പ്രത്യേകിച്ച് വരാൻ പോകുന്ന ട്രംപിന്. തീവ്ര വലതു ശക്തികളാണ്, വലതുപക്ഷ ശക്തികളാണ് ലോകത്തിപ്പോഴും മുൻകൈ നേടിയിട്ടുള്ളത്. 20% ജനങ്ങൾ ജീവിക്കുന്ന സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും അതോടൊപ്പം തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ സാമ്രാജ്യ വിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകളും ഇടതുപക്ഷ സമീപനം സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നവരുമെല്ലാം ചേർന്ന് മുന്നോട്ടേക്ക് വരുമ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലും ലോകത്തിൻ്റെ ഇന്നത്തെ പ്രവണത തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് മുൻകൈയുണ്ട് എന്നുള്ളതാണ്. ഈ തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് നേതൃത്വം കൊടുക്കാൻ കുറേയും കൂടി തീവ്രമായിട്ട് ട്രംപ് ഇപ്പോൾ വീണ്ടും അമേരിക്കയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ മതനിരപേക്ഷതയുടെ അടിസ്ഥാനം തന്നെ തകർത്ത് തീവ്ര വലതുപക്ഷത്തിൻ്റെ ഒപ്പം വർഗീയത കൂടി ചേർക്കുന്ന BJP നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലും തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് നല്ലപോലെ മുൻകൈ നേടാൻ സാധിച്ചിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ ഇടതുപക്ഷ ശക്തികൾക്ക് പിന്നോട്ടേക്ക് പോകേണ്ടുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ലോകത്തെമ്പാടുമുള്ള സാമൂഹ്യ പരിവർത്തനത്തിനുതകുന്ന ഭരണകൂട സംവിധാനവും ജനങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം ഇപ്പോഴും ലോകവ്യാപകമായി അമേരിക്ക ഉൾപ്പെടെ അതിശക്തിയായിട്ട് തുടരുകയാണ്. സാമൂഹ്യ പരിവർത്തനത്തിലേക്ക് നയിക്കുന്ന വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക, സാമ്പത്തിക ഘടനയിൽ സമ്പത്ത് മുഴുവൻ 1% വരുന്ന കുത്തക മുതലാളിമാരുടെ കയ്യിലാണ് ഇന്ത്യയിലെ 50% സമ്പത്തുള്ളത്.
10% കണക്കാക്കിയാൽ അത് 80% വരും. സാർവദേശീയ രംഗം ആകെ പരിശോധിച്ച് നോക്കിയാൽ 90% സമ്പത്ത് സാമ്രാജ്യത്വ ശക്തികളുടെ കയ്യിലാണ്. ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ. സമ്പത്തിൻ്റെ കേന്ദ്രീകരണത്തിൻ്റെ ഒരു രൂപം. ഈ കേന്ദ്രീകൃത രൂപം വരുന്നതോടുകൂടി ഭരണകൂടവുമായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക്, സമരങ്ങളിലേക്ക്, പ്രക്ഷോഭങ്ങളിലേക്ക് ജനങ്ങൾ മെല്ലെ മെല്ലെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങൾ, ഞാൻ ഓരോ രാജ്യത്തിൻ്റെ പേരൊന്നും പറഞ്ഞ് നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. എല്ലാ രാജ്യങ്ങളിലും ഈ പോരാട്ടങ്ങളും സമരങ്ങളും വളർന്നു വരുന്നുണ്ട്. വിവിധ തൊഴിലാളി വർഗം അതിശക്തിയായിട്ട് പോരാട്ട രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിലായാലും അമേരിക്കയിലായാലും ഏഷ്യ വൻകരയിലെടുത്ത് പരിശോധിച്ച് നോക്കിയാലും വലിയ മാറ്റം. ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗമായ ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം സൂക്ഷ്മമായിട്ട് നിൽക്കുകയാണ്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട വേറൊന്നു തന്നെയാണ് സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം. സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ മുമ്പത്തെ പോലെ അതിശക്തിയായ ഒരു യുദ്ധത്തിലേക്ക്, നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് മാറി എന്നൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ റഷ്യയെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ പഴയ സോവിയറ്റ് റഷ്യയുണ്ട്. ആ റഷ്യയല്ല, റഷ്യ മുതലാളിത്ത റഷ്യ തന്നെയാണ്. ചൈനയുമായി അവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശരിയാണ്. ചൈനയെ വളയുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയും അതുപോലെ ജപ്പാനും അതേപോലെ തന്നെ ദക്ഷിണ കൊറിയയും അതിൻ്റെ അപ്പുറത്ത് ആസ്ട്രേലിയയും ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഒരു കൂട്ടുകെട്ടുണ്ടാക്കി ചൈനയ്ക്കെതിരായ അതിശക്തിയായ നിലപാട്, ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുകയാണ്. പൂർണ്ണമാവുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ കൺമുമ്പിൽ കാണുകയാണ്. സോഷ്യലിസവും സാമ്രാജ്യത്വവും തമ്മിലുള്ള വൈരുദ്ധ്യം എത്രത്തോളം നീങ്ങുമെന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതാണിത്. ചൈനക്കെതിരായിട്ടുള്ള പ്രകോപനപരമായ നിലപാട്, ക്യൂബക്കെതിരായിട്ട്. ഇനിയിപ്പോൾ ട്രംപ് കൂടി വരുമ്പോൾ ക്യൂബ എന്തൊക്കെയായിരിക്കും അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കുട്ടിഘോഷിക്കുന്ന തെക്കൻ കൊറിയയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പട്ടാള ഭരണത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. ജനാധിപത്യ സംവിധാനം തന്നെ പൂർണ്ണമായിട്ട് തകർത്തെറിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ വിവിധ പ്രവണതകളാണ്. ഈ പ്രവണതകളെല്ലാം നിലനിൽക്കുന്ന ലോക പശ്ചാത്തലത്തിൽ ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം രൂക്ഷതരമായിട്ട് മുന്നോട്ടേക്ക് വരുമ്പോഴുണ്ടാകുന്ന തൊഴിലാളി വർഗത്തിന് അനുകൂലമായ ഒരു പുതിയ മുന്നേറ്റം അത് നമുക്ക് UK കാണാൻ സാധിക്കുന്നുണ്ട്, ഫ്രാൻസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൻകരകൾ തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആഫ്രിക്കൻ വൻകരയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അമേരിക്കയിൽ പോലും ശക്തമത്തായ പോരാട്ടങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ ലോകത്തിൻ്റെ മുമ്പിലുള്ള ഒരു ചിത്രം. വലിയ പോരാട്ടങ്ങൾ നയിക്കാൻ അവർക്ക് സാധിക്കുകയാണ്. പണിമുടക്കുകൾ നടക്കുകയാണ്. ആരോഗ്യമേഖലയിലുള്ള ജീവനക്കാർ പണിമുടക്കുകയാണ്. ട്രാൻസ്പോർട്ട് മേഖലയിലുള്ള തൊഴിലാളികൾ പണിമുടക്കുകയാണ്. ഇങ്ങനെ വിവിധ തലങ്ങളിലുള്ള ജനങ്ങളുടെ പോരാട്ടം നമുക്ക് ആവേശം നൽകുന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പരിവർത്തന ഘട്ടത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരേടായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു വന്നത് സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യത്തെപ്പറ്റി മുമ്പ് പറയുന്നത് പോലെ ഒരു യുദ്ധത്തിലേക്ക്, ഒന്നാം ലോകമഹായുദ്ധം പോലെയോ രണ്ടാം ലോകമഹായുദ്ധം പോലെയോ ഉള്ള ഒരു പശ്ചാത്തലത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞിട്ടില്ല എങ്കിലും ഉക്രൈനെ ഉപയോഗിച്ചുകൊണ്ട് റഷ്യക്കെതിരായിട്ട് പ്രയോഗിക്കാനാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ശ്രമിക്കുന്നത്. ഒരു വർഷത്തിലധികമായിട്ട് നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൻ്റെ പശ്ചാത്തലം അതാണ്. വർഷം കഴിഞ്ഞു, ആ യുദ്ധം തുടരുകയാണ്. നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് ഉക്രൈൻ മാറിയാൽ അത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഗൗരവതരമായ പ്രശ്നമാവുമെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് റഷ്യയുടെ ഇടപെടൽ. ഇത് രണ്ടും നമ്മൾക്ക് ഫലപ്രദമായിട്ട് പരിശോധിച്ചാൽ പരസ്പര വൈരുദ്ധ്യം വ്യക്തമാണ്. അതിനർത്ഥം പഴയ സോവിയറ്റ് റഷ്യയല്ല, പുതിയ മുതലാളിത്ത റഷ്യ. സോവിയറ്റ് റഷ്യയുടെ തന്നെ ഭാഗമായിരുന്നു ഉക്രൈൻ. പക്ഷേ യുക്രൈൻ പൂർണ്ണമായിട്ട് നാറ്റോ സഖ്യത്തിൻ്റെ പിൻബലത്തോടു കൂടിയാണ് ഈ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആയുധം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. വളരെയേറെ ഗൗരവമുള്ള മറ്റൊരു പ്രശ്നം സാമ്രാജ്യത്വ രാജ്യങ്ങളും മൂന്നാം ലോക രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധമാണ്, പോരാട്ടമാണ്. നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ എല്ലാറ്റിൻ്റെയും മുമ്പിൽ കടന്നു വന്ന ഒരു പ്രധാനപ്പെട്ട വൈരുദ്ധ്യമായിരുന്നു അത്. എങ്കിലും ഇപ്പോഴും ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പാലസ്തീൻ്റെ നേരെയുള്ള കടന്നാക്രമം, വംശഹത്യ, അതിന് അമേരിക്കയുടെ പൂർണ്ണമായ പിന്തുണ, ഇന്ത്യയുടെ സഹായം,
ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുമ്പ് സോവിയറ്റ് റഷ്യ ഉള്ള സന്ദർഭത്തിൽ മൂന്നാം ലോകരാജ്യങ്ങൾക്ക് തണലേകി നിലനിന്നിരുന്നു സോവിയറ്റ് റഷ്യ. സൂയസ് കനാലിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഒരു തരത്തിലും അനങ്ങാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് സോവിയറ്റ് റഷ്യ. ബംഗ്ലാദേശിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഞങ്ങളുടെ 7ാം കപ്പൽപ്പട ഇതാ ബംഗാൾ ഉൾക്കടലിലൂടെ നീങ്ങിയിരിക്കുന്നു മുമ്പോട്ടേക്ക് ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ 7ാം കപ്പൽപ്പട നീങ്ങിയാൽ ഞങ്ങളുടെ 8ാം കപ്പൽപ്പട അതിൻ്റെ പിറകിലുണ്ട് എന്ന് സോവിയറ്റ് റഷ്യ പറഞ്ഞപ്പോൾ ആ 7ാം കപ്പൽപ്പട അവിടെ നങ്കൂരമിട്ടു. ഒരു ഇഞ്ച് മുന്നോട്ടേക്ക് പോകാൻ അവർക്കായില്ല. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങൾ പറയാൻ നമുക്കുണ്ട്. മൂന്നാം ലോകരാജ്യങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമം സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ്. ആ അജണ്ടയെ സോവിയറ്റ് റഷ്യ ഉള്ള സന്ദർഭത്തിൽ ഫലപ്രദമായിട്ട് പ്രതിരോധിച്ചിരുന്നു. പിന്നീട് ഇറാൻ്റെയും ഇറാഖിൻ്റെയും ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ നമ്മൾ കണ്ടു. ഞാൻ ഈ പറഞ്ഞതുപോലെ പലസ്തീൻ ജനതയ്ക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ യുദ്ധം അവസാനിക്കുന്നത് അവസാനത്തെ പാലസ്തീൻകാരൻ കൂടി ചത്തൊടുങ്ങുമ്പോഴാണ് എന്ന് ഇസ്രയേലിന് പ്രകോപനപരമായിട്ട് പറയാൻ ഒരു യുഎൻഒയും ഞങ്ങൾക്ക് ബാധകമല്ല, ഒരു പ്രമേയവും പാസ്സാവാൻ പോകുന്നില്ല എന്നവർക്ക് പറയാൻ പിന്തുണയുള്ളത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ് എന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ള നിരവധിയായ വൈരുദ്ധ്യങ്ങൾ ലോകത്തെമ്പാടുമുള്ള ജനാധിപത്യ പ്രക്രിയയ്ക്ക് വേണ്ടി, അതേപോലെ തന്നെ വളരെയേറെ ശ്രദ്ധേയമായ സോഷ്യലിസ്റ്റ് പ്രക്രിയയിലേക്ക് നീങ്ങുന്നതിന് ആവേശം നൽകുന്ന വൈരുദ്ധ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ ലോകത്തെമ്പാടും തന്നെ ഈ സാമ്രാജ്യത്വ ശക്തികൾക്ക്, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ വലതുപക്ഷ തീവ്രശക്തികൾക്ക് മുൻകൈയുള്ള ഈ ലോക പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയം തന്നെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് വ്യക്തത വരും. ഇവിടെയും തീവ്ര വലതുപക്ഷ വർഗീയ കുത്തക മുതലാളിത്ത കൂട്ടുകെട്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ മർമ്മപ്രധാനമായ ഭാഗം. ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? പാർട്ടി പരിപാടിയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യയിലെ കുത്തക മുതലാളിത്തത്തിൻ്റെ വളർച്ച, അതിന് ഭൂപ്രഭുത്വവുമായിട്ട് ഉള്ള സന്ധി, സാമ്രാജ്യത്വ ഫിനാൻസ് മൂലധനവുമായിട്ടുള്ളതിൻ്റെ ഐക്യം, ഇതിനെ പ്രദാനം ചെയ്യുന്ന ഭരണകൂടം, ഈ ഭരണകൂട വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന പാർട്ടികളെയാണ് നമ്മൾ ഭരണവർഗ പാർട്ടികൾ എന്ന് പറയുക. ആ അർത്ഥത്തിൽ മുമ്പ് കോൺഗ്രസ് ആയിരുന്നു, ഇപ്പോഴും കോൺഗ്രസ് ഉണ്ട്. ഇപ്പോഴും BJP ആണ് റൂളിംഗ് പാർട്ടി, ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടി. ഭരണവർഗ പാർട്ടി തന്നെയാണ് ഇവരെല്ലാം. പ്രാദേശിക പാർട്ടികളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നിരവധി പാർട്ടികളുടെ വർഗപരമായ നിലപാട് ഇത് തന്നെയാണ് കാണുന്നത്. എന്നാൽ കഴിഞ്ഞ 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ BJP മുന്നോട്ടേക്ക് വെച്ച മുദ്രാവാക്യം ഞങ്ങൾക്ക് 370 സീറ്റ്, അതിവിടം വരെ 430 വരെ. ഈ 370 മുതൽ 430 വരെ സീറ്റ് ഞങ്ങൾക്ക് നേടാനാവണം എന്ന് BJP രണ്ടാമത്തെ ടേം കഴിഞ്ഞ് മൂന്നാമത്തെ ടേമിലേക്കുള്ള നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് 2024 പറഞ്ഞതിൻ്റെ പൊരുളെന്താ? വളരെ വ്യക്തമാണ്. അത് ജനാധിപത്യ വിപ്ലവം നടക്കാത്തൊരു രാജ്യമാണ് ഇന്ത്യ. ജനാധിപത്യ വിപ്ലവം എന്ന് പറഞ്ഞാൽ ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുന്ന വിപ്ലവത്തിൻ്റെ പേരാണ് ജനാധിപത്യ വിപ്ലവം. ജനാധിപത്യ വിപ്ലവത്തിൻ്റെ നായകത്വം വഹിച്ചത് ലോകചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ബൂർഷ്വാസിയാണ്. ബൂർഷ്വാ ജനാധിപത്യ വിപ്ലവം 1920 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് 1921 കോൺഗ്രസിൻ്റെ ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസിൻ്റെ അഹമ്മദാബാദ് സമ്മേളനത്തിൽ പാർട്ടി രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ കോൺഗ്രസിൽ പങ്കെടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം, അവിടെ തന്നെ ഒരു കുറിപ്പായിട്ട് അവതരിപ്പിച്ച പ്രമേയം പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യമാണ്. പൂർണ്ണ സ്വരാജ്. പക്ഷേ ഗാന്ധി ഉൾപ്പെടെ ഇടപെട്ടിട്ട് പറഞ്ഞു അതിപ്പോൾ വേണ്ട. അവരെ അത് അംഗീകരിച്ചിട്ടില്ല കോൺഗ്രസ്. ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അത് അംഗീകരിച്ചത്. സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ ഭാഗമായിട്ട്
സമ്മേളനത്തിൽ അവതരിപ്പിച്ച പൂർണ്ണ സ്വരാജ് എന്നതിൻ്റെ പിന്നിൽ കേവലമായ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം കെട്ടുകെട്ടുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജന്മിത്വം, ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ജനാധിപത്യ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർണ്ണ സ്വരാജ് കൊണ്ട് ഉദ്ദേശിച്ചത്. അതിനുശേഷവും അത് തന്നെയാണ്, ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പോഴും ജനാധിപത്യ വിപ്ലവത്തിൻ്റെ കടമ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫ്യൂഡൽ ജീർണതയുടെ മേലെ കെട്ടിപ്പൊക്കിയ മുതലാളിത്തമാണ് ഇന്ത്യയിൽ. അതുകൊണ്ടാണ് 2024 ഭരണഘടന ഭേദഗതി ചെയ്യാൻ ഞങ്ങൾക്ക് സീറ്റ് കിട്ടണം എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം ഭരണഘടന? അംബേദ്കർക്കെതിരായിട്ടുള്ള ഈ കടന്നാക്രമം ഉണ്ടല്ലോ ഇപ്പോഴും. ഈ അംബേദ്കർ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ അംബേദ്കർ എന്ന് ചോദിച്ചില്ലേ അമിത്ഷാ? അംബേദ്കറോടുള്ള വിരോധത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഈ ഭരണഘടന BJPയോ RSSോ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ഭരണഘടന മാറി പുതിയൊരു ഭരണഘടന വേണം. എങ്ങനെ? അത് മനു സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. മനു സിദ്ധാന്തം. ഇനിയോ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമാവണം. ഇതൊരു അശ്ലീലമാണ്. സ്വാതന്ത്ര്യം കിട്ടിയ റിപ്പബ്ലിക്കായി ഇത്രയും കൊല്ലം കഴിഞ്ഞു, 47 കഴിഞ്ഞ് ഇത്രയും വർഷമായി. എന്നിട്ട് ഇന്ത്യൻ ഗ്രാമങ്ങളിലും ഇന്ത്യൻ പട്ടണങ്ങളിലും ഇന്ത്യൻ ഭരണവർഗമായിട്ടുള്ള BJP ഉയർത്തുന്ന ഇപ്പോഴത്തെയും മുദ്രാവാക്യം ഈ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന വേണം എന്ന് പറയാൻ സാധിക്കുന്നത് ഫ്യൂഡൽ ജീർണത ഇന്നും ജനാധിപത്യ വിപ്ലവം പൂർത്തിയാക്കാത്ത ഇന്ത്യയിൽ സ്വാധീനം ചെയ്ത് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ അന്ധവിശ്വാസ ജടിലമായ ഈ പിന്തിരിപ്പൻ നിലപാടിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്ന ആശയങ്ങളെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകാനാണ് RSSും BJPയും സംഘപരിവാർ വിഭാഗങ്ങളും ഇപ്പോഴും ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിനൊരു അശ്ലീലമാണ് എന്ന് പറഞ്ഞത്. ഇത് ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളെ മുഴുവൻ സ്വത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സ്വത്വ രാഷ്ട്രീയത്തിലേക്ക് നയിക്കാനുള്ള ബോധപൂർവമായ മതാടിസ്ഥാനത്തിലുള്ള, ജാതി അടിസ്ഥാനത്തിലുള്ള, വംശീയാടിസ്ഥാനത്തിലുള്ള, ഭാഷാടിസ്ഥാനത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി മുമ്പോട്ടേക്ക് പോകാനാണ് ഭരണവർഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ഫെഡറൽ സംവിധാനത്തെയും പാർലമെൻ്ററി വ്യവസ്ഥയെയും ഈ രാജ്യം തന്നെ രൂപപ്പെടുത്തി വളർത്തിയെടുത്തിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെയും എല്ലാം പൂർണ്ണമായിട്ട് തകർത്ത് അതിൻ്റെ എല്ലാം തലപ്പത്ത് RSSനെ കണ്ണുരുട്ടി പേടിപ്പിക്കാൻ ശേഷിയുള്ള RSSനെ അർദ്ധ സൈന്യ വിഭാഗത്തെ രൂപപ്പെടുത്തി നിർത്താനാണ് ഇപ്പോഴ് സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചത്. അതുവരെ ഈ BJPയെ എങ്ങനെയാണ് തളക്കുക എന്ന കാര്യം ചോദ്യമായിട്ട് ഉന്നയിച്ചതല്ലാതെ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള നിർദ്ദേശം മുന്നോട്ടേക്ക് വെച്ചിരുന്നില്ല ഒരു പാർട്ടിയും. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് വരെ 3 കൊല്ലം മുമ്പ് വരെ. അപ്പോഴാണ് CPIMൻ്റെ രാഷ്ട്രീയ പ്രമേയത്തിൽ കൃത്യതയോടുകൂടി ഒരു കാര്യം പറഞ്ഞത്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകളിൽ ഒന്നതാണ് ഈ BJPയെ നമുക്ക് തോൽപ്പിക്കാം. കേട്ടവരെങ്ങനെ എന്ന ചോദ്യം. BJPയെ നമുക്ക് എങ്ങനെയാണ് 2ാം ടേം കഴിഞ്ഞ് 3ാമത്തെ ടേമിലേക്ക് ഭരണഘടന തന്നെ അടിസ്ഥാനപരമായിട്ട് മാറ്റാൻ നമുക്കെല്ലാം അറിയുന്നത് പോലെ പിന്നീടാണല്ലോ രാമക്ഷേത്രവും അതിൻ്റെ ഉദ്ഘാടനവും അതിൻ്റെ ഭാഗമായിട്ടുള്ള വർഗീയ ധ്രുവീകരണത്തിനുള്ള അതിശക്തിയായ പ്രവർത്തനങ്ങളുമൊക്കെ നടത്തിയ ആരും നമുക്കറിയാം. പക്ഷെ അതിനു മുമ്പ് തന്നെ പറഞ്ഞു നമുക്ക് തോൽപ്പിക്കാം. എന്താണ് വഴി? ദേശീയാടിസ്ഥാനത്തിൽ ഒരു മുന്നണി രൂപീകരിച്ച് ദേശീയാടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ നിർവഹിച്ച് മുന്നോട്ടേക്ക് പോകാൻ കഴിയുമെന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അതിനുള്ള സാധ്യത വളരെ വളരെ വിരളവുമാണ്. അത് അന്നും അതെ ഇന്നും അതെ. പക്ഷേ പാർട്ടി കോൺഗ്രസ് അതിൻ്റെ രാഷ്ട്രീയ പ്രമേയത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു വെച്ച ഒരു ഭാഗം ഇങ്ങനെയാണ്: BJPയെ നമുക്ക് ഇന്ത്യയിൽ തോൽപ്പിക്കാനാവും. നമുക്ക് എന്ന് പറയാൻ നമുക്ക് CPIMനൊന്നുമല്ല കേട്ടോ, ഇന്ത്യക്ക്. അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ലഭിച്ച വോട്ട് 37% വോട്ടാണ്. BJP ജയിച്ചത് BJP വിരുദ്ധ വോട്ട് ഛിന്ന ഭിന്നമായിട്ട് അവിടെ ഇവിടെയും മാറിപ്പോയത് കൊണ്ടാണ്.
BJP വിരുദ്ധ വോട്ടിനെ ഏകോപിതമാക്കാനായാൽ ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായിട്ട് കണ്ട് ആ സംസ്ഥാനത്തിലെ BJPയെ തോൽപ്പിക്കാൻ ആർക്കാണ് എവിടെയാണ് സാധിക്കുക എന്ന് മനസ്സിലാക്കി ഏകോപിതമായിട്ട് BJP വിരുദ്ധ വോട്ട് ഒന്ന് ചേർക്കാൻ കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ഇന്ത്യയിലെ 37% വോട്ട് മാത്രമുള്ള BJPയെ തോൽപ്പിക്കാം. കാരണം മറുഭാഗത്ത് ഏതാണ്ട് 63% വോട്ടുണ്ട്. 63% വോട്ടുണ്ട്. ഈ 63%ത്തെയും പൂർണ്ണമായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നല്ലതുപോലെ ശ്രമിച്ച് ഏകോപിതമാക്കാനായാൽ ഒരു സംശയമില്ലാതെ BJPയെ തോൽപ്പിക്കാമെന്ന രാഷ്ട്രീയ പ്രമേയത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ബ്ലോക്ക് രൂപം കൊള്ളുന്നത്. സഖാവ് സീതാറാം യെച്ചൂരി അന്തരിച്ചപ്പോൾ രാഹുൽ ഗാന്ധി വളരെ വേദനയോടുകൂടി അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പ്രസംഗത്തിൽ പറഞ്ഞു, വിശദീകരിച്ചു, ഇന്ത്യ ബ്ലോക്കിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള നായകൻ, നമുക്ക് കുറേ സീറ്റുണ്ടായിട്ടൊന്നുമല്ല, നായകൻ സീതാറാം യെച്ചൂരിയാണെന്ന്. അങ്ങനെ പറയാനുള്ള കാരണം സീതാറാം യെച്ചൂരിയുമായിട്ട് ചർച്ച നടത്തിയിട്ടാണ് നിതീഷ് അന്നും അവിടെ ബീഹാറിൻ്റെ മുഖ്യമന്ത്രി തന്നെ, അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് ഇരിയും പാമ്പും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇണങ്ങാൻ തയ്യാറില്ലാതിരുന്ന പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ ഓഫീസുകളിലേക്ക് നേരിട്ട് പോയി നമ്മളല്ല നിങ്ങൾ തന്നെയാണ് നല്ലത് എന്ന് നിതീഷിനോട് പറയുന്നത് യഥാർത്ഥത്തിൽ സീതാറാം യെച്ചൂരിയാണ്. അങ്ങനെ അവർ പോയി ഇവരെല്ലാം കണ്ടു, നിരവധി പാർട്ടിക്കാരെ യോജിപ്പിക്കാനുള്ളൊരു നിലപാടിലേക്ക് വന്നു. ഒരു ഇന്ത്യ ബ്ലോക്ക് രൂപം കൊള്ളുമെന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ആരായിരിക്കണം അതിൻ്റെ കൺവീനർ എന്നുള്ള പ്രശ്നവും ആരായിരിക്കണം അതിൻ്റെ ചെയർമാൻ എന്നുള്ള പ്രശ്നവും കോൺഗ്രസ്സാണ് എടുത്തിട്ടത്. ഗാഡ്ഗെ ചെയർമാനാക്കണം എന്നവർ പറഞ്ഞു. അപ്പോൾ കൺവീനർ എന്നുള്ളത് പിന്നീട് ഒന്നുമല്ലാതായി. ആ സാഹചര്യം വന്നപ്പോഴാണ് അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രഭവ കേന്ദ്രം തന്നെയാണ് നിതീഷ് കുമാർ. അദ്ദേഹം നേരെ മറുകണ്ഠം ചാടി BJP ക്യാമ്പിലേക്ക് വീണ്ടും തിരിച്ചുപോയി. ജാഗ്രതയുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന ദേശീയ രാഷ്ട്രീയത്തിലൊരു പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിൽ ആ നിലപാട് സ്വീകരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ വീണ്ടും നമ്മുടെ ഇന്ത്യ ബ്ലോക്കിന് അല്ലെങ്കിൽ വരാൻ പോകുന്ന ഇന്ത്യയിലെ BJP വിരുദ്ധ ശക്തികൾക്ക് ഒരു അടിയേറ്റ പോലെ. അപ്പോഴും CPM യെച്ചൂരി തന്നെയാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഈ 37% വോട്ട് അവർക്ക് ലഭിച്ചത് നിതീഷ് കൂടി അപ്പുറം ഉള്ളപ്പോഴാണ്. അല്ലാണ്ട് അതിൽ നിന്ന് വിട്ടുവന്ന സാഹചര്യത്തിലല്ല. ആ 37% വോട്ടിൻ്റെ പിന്നിൽ നിതീഷ് കുമാർ ഉൾപ്പെടെയാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്തിയാൽ വീണ്ടും ഇന്ത്യയിൽ BJPയെ തോൽപ്പിക്കാം. അങ്ങനെയാണ് പിന്നീട് രാഷ്ട്രീയ കൂട്ടുകെട്ടും സംവിധാനങ്ങളും കാര്യങ്ങളെല്ലാം ഉയർന്നു വന്നത്. അപ്പോഴും കൃത്യമായിട്ട് പ്രാദേശിക പാർട്ടികൾ, ഇപ്പോൾ DMK ഉൾപ്പെടെ SP ഉൾപ്പെടെ എടുത്ത നിലപാടിൻ്റെ ഒപ്പം പോയി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിൻ്റെ അപ്പുറം കടക്കാൻ കോൺഗ്രസിനായില്ല എന്നുള്ളത് കൊണ്ടാണ് 38 സീറ്റ് നമുക്ക് കുറഞ്ഞത്. 2% വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ 2024 തെരഞ്ഞെടുപ്പിൽ. ആ 2% വോട്ട് കൂടി നേടാൻ സാധിക്കുന്ന ഒരു ഐക്യപ്രസ്ഥാനം രൂപപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്നത്തെ ചിത്രം മാറുമായിരുന്നു. അതിനുശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് പരിശോധിച്ച് നോക്കിയാലും നമുക്കറിയുന്നത് പോലെ മഹാരാഷ്ട്ര ഉൾപ്പെടെ അവർക്ക് ജയിക്കാനുള്ള സൗകര്യമാണ് ഉണ്ടാക്കി കൊടുത്തത്. ഇങ്ങനെ ഇന്ത്യയുടെ കൂട്ടായ്മ സൃഷ്ടിച്ച് BJPയെ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ലാത്ത ഒരു പാർട്ടിയായിട്ട് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് മാറുന്നു എന്ന വിമർശനം ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കുണ്ട്, CPMന് പ്രത്യേകിച്ചുണ്ട്. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ ഭരണഘടന മാറ്റം ചെയ്യാനുള്ള സൗകര്യം അവർക്ക് ലഭിക്കുന്നില്ല എങ്കിലും, അതിനുള്ള ഭൂരിപക്ഷം അവർക്ക് ലഭിച്ചില്ല എങ്കിലും, പഴയ മന്ത്രിമാരും പ്രധാനമന്ത്രിയും എല്ലാവരും ചേർന്ന് പഴയ അജണ്ട തന്നെ കൈകാര്യം ചെയ്യാനാണ് ഇപ്പോഴും ശ്രമിക്കുന്നത്. അതിന് ഗൗരവപൂർണമായ ഒരു പ്രതിരോധത്തിൻ്റെ പ്രശ്നം ഇപ്പോഴും ഉണ്ട്. അങ്ങനെ പ്രതിരോധത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള
ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെ മുഴുവൻ ഇനിയും യോജിപ്പിച്ച് അണിനിരത്തി BJPയെ തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഉന്നം. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. ആ തരത്തിൽ വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടം ദേശവ്യാപകമായിട്ട് ശക്തിപ്പെടുത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. പള്ളികൾ മിക്കവാറും എല്ലാം ജുഡീഷ്യറി സംവിധാനത്തെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെയെല്ലാം പണ്ട് അമ്പലം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഗവേഷണത്തിലേക്കാണ് പോയത്. സുപ്രീം കോടതി ഇപ്പോൾ തടയിട്ടിരിക്കുകയാണ്. 1991 നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് 1947 ആഗസ്റ്റ് 15 ഏത് തരത്തിലായിരുന്നോ ആ സ്ഥാപനമുള്ളത്, അമ്പലമാവാം, പള്ളിയാവാം, ചർച്ചാവാം, അത് അതേപോലെ തുടരണമെന്നുള്ളതാണ് 1991 നിയമം. ആ നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഓരോ പള്ളിയുടെയും അടിയിൽ അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലത്തിൽ ക്ഷേത്രങ്ങളുണ്ട് എന്ന് പറയാൻ തുടങ്ങിയത്. സംഭവത്തിലൊക്കെ ഉണ്ടായ സംഭവം അതാണ്. നിരവധി ആളുകൾ മരിച്ചു. വാരാണസിയെ സംബന്ധിച്ച ആ രീതിയിലുള്ള ആലോചനയാണ്. കാശി. ഇങ്ങനെ ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ഇവർ സംഘർഷപൂരിതമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ, ബുൾഡോസർ രാജ് സൃഷ്ടിക്കാൻ ബോധപൂർവമായ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണിക്കുന്നത് ഇവരടങ്ങിയിരിക്കുകയല്ല. 2025 എന്ന് പറയുന്നത് RSSൻ്റെ 100ാം വാർഷികത്തിൽ ഒരു ഹിന്ദുത്വ രാഷ്ട്രം പ്രഖ്യാപിക്കാൻ കച്ചകെട്ടി ഇറങ്ങി പുറപ്പെട്ടവർക്ക് സാധിച്ചില്ല. ആ ഒരു ഗൗരവപൂർണമായ മുദ്രാവാക്യം അതിനെ പ്രതിരോധിക്കാനുള്ള കേരളത്തിലെ, ഇന്ത്യയിലെ മനുഷ്യൻ്റെ ശേഷിയും കൂടി ചേർന്നുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ നിലയിൽ നിൽക്കുന്നത്. അത് ഗുണപരമായ കാര്യം തന്നെയാണ്. ഇനിയും നമുക്ക് ഈ ദേശീയ രാഷ്ട്രീയത്തെ ഇതേപോലെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ കേരളത്തിലേക്ക് കടന്നു വരുന്നത്. മറ്റ് വിശദീകരണത്തിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. കേരളത്തിലേക്ക് കടന്നു വരുമ്പോഴെന്താ കേരളത്തിൻ്റെ ചിത്രം? കേരളം ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിൽ, ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിൽ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് നിലനിൽക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണ്. അതാ പിണറായി ഗവൺമെൻറ്. 1ാമത്തെ ടേം കഴിഞ്ഞ് 2ാമത്തെ ടേം വന്നു. ഇനിയിപ്പോൾ 3ാമത്തെ ടേമിലേക്കുള്ള യാത്രയെ പറ്റിയാണ് ആലോചന. അതിൻ്റെ മുഖ്യമന്ത്രി ആരാവണം എന്നുള്ളത് കോൺഗ്രസിൻ്റെ അകത്ത് ചർച്ച തുടങ്ങിയിരിക്കുകയാണ്. കുറേ ആളുണ്ട് മുഖ്യമന്ത്രിയുടെ പട്ടികയിലേക്ക് വരാൻ. ഒരു കാര്യം വളരെ വ്യക്തമാണ്. കേരളം വ്യതിരിക്തമായൊരു പന്ഥാവിലൂടെയാണ് സഞ്ചരിച്ചത്. അതിപ്പോഴല്ല, 1957 സഖാ VMSൻ്റെ 1ാമത്തെ ഗവൺമെൻറ് മുതൽ പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഭാഗമായി ഒരു ജനകീയ പിന്തുണയോടെ ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമായ ഭരണകൂടത്തിൻ്റെ ഭാഗമായ ഭരണത്തിൽ പങ്കുപറ്റാൻ കഴിഞ്ഞ ലോകത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് രൂപീകരിച്ചത് കേരളത്തിലാണ്. 1956 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൃശ്ശൂർ സമ്മേളനം ചേർന്നത്, സംസ്ഥാന സമ്മേളനം. വരാൻ പോകുന്ന കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഈ കേരളം വളരുക, സമഗ്രമായ പഠനവും കൃത്യമായിട്ടുള്ള നിലപാടും മുമ്പോട്ടേക്ക് വെച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അന്ന് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച പ്രമേയമാണ് പിന്നീട് പ്രകടന പത്രികയാക്കി രൂപപ്പെടുത്തിയത്. അതാണ് 1957 തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സ്വതന്ത്രന്മാരും ചേർന്നുകൊണ്ടാണ് ആ ഭരണം. 1957 ഏപ്രിൽ മാസം 5 അധികാരത്തിൽ വന്ന് പുന്നപ്ര-വയലാർ സമരഭൂമിയിൽ നിന്ന് അവിടെ നേതാക്കന്മാരെല്ലാം എത്തി പുഷ്പചക്രം അർപ്പിച്ച് നേരെ പോയി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റപ്പോൾ 5ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 6ാമത്തെ ദിവസം 1957 ഏപ്രിൽ മാസം 11-ാം തീയതി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് ഭൂബന്ധത്തിൽ മൗലികമായ മാറ്റത്തിലേക്കൊന്നും എത്തുന്നില്ലെങ്കിലും അതിലേക്ക് നീങ്ങാനുള്ള ഒരു ഓർഡിനൻസ് ഇറക്കി. അതാണ് കുടിയൊഴിപ്പിക്കരുത് എന്ന ഓർഡിനൻസ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ആ കുടിയൊഴിപ്പിക്കരുത് എന്ന മുദ്രാവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പാർട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ 56 രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകരിച്ച പ്രകടന പത്രികയിലെ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇറക്കിയത്. ലക്ഷക്കണക്കിന് മനുഷ്യന് നിൽക്കാനൊരിടമായി. ഏത് ജന്മിക്ക് വേണമെങ്കിലും എപ്പോഴും ഒഴിപ്പിക്കാനുണ്ടായിരുന്ന സാധ്യത പോയി.
എത്രയും വലിയ കടന്നാക്രമണം നടത്തിക്കൊണ്ടായിരുന്നു, പിരിവുകൾ നടത്തിക്കൊണ്ടായിരുന്നു കുടിയാന്മാരെ പിഴിഞ്ഞെഴുത്തിയിരുന്നത്. അത് അവസാനിച്ചു. അല്ലെങ്കിൽ അവസാനിപ്പിക്കാനുള്ള സാഹസികമായ ഒരു രംഗം വന്നു. മനുഷ്യൻ തൻ്റെ ഇടിയായി. തനിക്കിടം കിട്ടുമ്പോഴാണ് തൻ്റെ ഇടം, നിൽക്കാൻ ഒരിടമായി. അത് കഴിഞ്ഞ് നിയമനിർമ്മാണമൊന്നും നടന്നില്ല. പക്ഷേ ഈ നിൽക്കാനുള്ള ഒരിടത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആര് വിചാരിച്ചിട്ടും സാധിച്ചിട്ടില്ല കേരളത്തിൽ. പിന്നീട് 10 വർഷം കഴിഞ്ഞപ്പോഴാണ് സഖാവ് EMSൻ്റെ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വന്നത്. 1957 ഗവൺമെൻറ് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ഫലപ്രദമായ ഇടപെടൽ നടത്തി. 1-ാം ക്ലാസ്സിലേക്ക് വരുന്ന പുതിയ കുട്ടികൾക്ക് പട്ടിണിയുടെ ഭാഗമായിട്ടുള്ള വിശപ്പ്, അതാണ് ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഉച്ചക്കഞ്ഞി. ഇപ്പോൾ പറയുമ്പോൾ ആർക്കും അത്ര വലിയ കാര്യമില്ല, പക്ഷെ അന്ന് ഉച്ചക്കഞ്ഞി വളരെ പ്രധാനമായിരുന്നു. ആ ഉച്ചക്കഞ്ഞി കൊടുത്തു. ആ തലമുറയിൽ നിന്ന് ഇപ്പോഴും 3-ാം തലമുറയായി. വിദ്യാഭ്യാസ മേഖലയിൽ വന്ന, പ്രത്യേകിച്ച് നമുക്കെല്ലാം അറിയുന്നത് പോലെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ നേട്ടം, ആ നേട്ടം ഈ കേരളത്തെ പുതുക്കി പണിയുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് ഇപ്പോഴും. ലക്ഷക്കണക്കിന് അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുള്ള നാടായിട്ട് കേരളം മാറി. ഇന്നത്തെ ഈ 3-ാമത്തെ തലമുറ എന്ന് പറയുന്നത് എല്ലാം അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുടെ നാടാണ്. ഏത് പിന്നണിയിൽ കിടക്കുന്ന പട്ടികവർഗക്കാരൻ്റെ, പട്ടികജാതിക്കാരൻ്റെ, ചെത്തുതൊഴിലാളിയുടെ, നെയ്ത്തുതൊഴിലാളിയുടെ, കർഷക തൊഴിലാളിയുടെ, കൃഷിക്കാരൻ്റെ, അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളിയുടെ, മലയോര മേഖലയിലുള്ള പാവപ്പെട്ട മനുഷ്യൻ്റെ എല്ലാം തന്നെ വീടുകളിൽ ഇപ്പോഴും അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളാണ്. ഇത് ഇന്ത്യയിലാകെ ഉള്ളതല്ല, കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് വിദ്യാഭ്യാസ മേഖലയിൽ വന്ന സമഗ്രമായ മാറ്റം. പൊതുവിദ്യാഭ്യാസം സൗജന്യമാക്കി ഗവൺമെൻറ് മുന്നോട്ടേക്ക് വന്ന പശ്ചാത്തലം ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വിശദീകരിക്കാനല്ല. 1967 സഖാവ് EMSൻ്റെ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വന്നു. 1969 ഒക്ടോബർ 14 കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ലാത്ത രീതിയിൽ ഒരു കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം ഉണ്ടായി. ജന്മിത്വം അവസാനിപ്പിക്കുന്ന നിയമം. ഇത് ജനാധിപത്യ വിപ്ലവത്തിൻ്റെ ഒരു മുദ്രാവാക്യത്തിൻ്റെ ഭാഗമാണ്. കേരളം മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. ഉൽപാദന വിതരണ സംവിധാനത്തിൽ വന്ന മാറ്റം മൗലികമായ മാറ്റമാണ്. ആശ്വാസം നൽകാൻ കഴിയുമെന്നാണ് EMS പറഞ്ഞത്. പരിമിതിയുണ്ട് എന്ന് സഖാവ് EMS ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു 57 തന്നെ. പക്ഷേ 1967 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് 69 കൃത്യമായിട്ട് ജന്മിത്വം അവസാനിപ്പിക്കുന്ന നിയമനിർമ്മാണം നടത്തി. ജന്മിത്വം ഭൂപ്രഭുത്വത്തിൻ്റെ ഭാഗമാണ് ജന്മിത്വം. ഭൂപ്രഭുത്വം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുക എന്നുള്ളത് പൂർണ്ണമായിട്ടില്ല, അതുകൊണ്ടാണ് ഭൂപ്രഭുത്വം അവസാനിച്ചില്ല. എന്നാൽ ജന്മിത്വം അവസാനിപ്പിക്കാനായി. ആ ജന്മിത്വം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് നിയമനിർമ്മാണം നടന്നു. ഗവൺമെൻറ് പോയി, EMSൻ്റെ ഗവൺമെൻറ് പോയി, കരുണാകരൻ ഉൾപ്പെടെയുള്ളവർ പുതിയ ഗവൺമെൻറ് രൂപീകരിച്ചു. ആ രൂപീകരിച്ച ഗവൺമെൻറ്റിന് യഥാർത്ഥത്തിൽ ഈ കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ താല്പര്യമില്ല. പാർലമെൻ്ററി വ്യവസ്ഥയനുസരിച്ച് നിയമനിർമ്മാണം നടന്നു. പാർലമെൻ്ററി വ്യവസ്ഥയനുസരിച്ച് നടപ്പിലാക്കാൻ വലതുപക്ഷം ഒരിക്കലും തയ്യാറാവില്ല. സമ്മർദ്ദം കൊണ്ട് നിയമം നിർമ്മിക്കും, പക്ഷേ നടപ്പിലാക്കില്ല. നമ്മളാണെങ്കിൽ നമ്മൾ നിയമം നിർമ്മിക്കുകയും ചെയ്യും, നടപ്പിലാക്കുകയും ചെയ്യും. അതാണ് ഇടതുപക്ഷത്തിൻ്റെ വ്യത്യാസം. അങ്ങനെ നിയമം നിർമ്മിച്ചു, നടപ്പിലാക്കാനാവുമ്പോഴേക്കും നമ്മളില്ല. നടപ്പിലാക്കുന്നതിന് വേണ്ടി ആ ഗവൺമെൻറ്റോട്ട് തയ്യാറുമില്ല. ഈ പരിതസ്ഥിതിയിലാണ് ഇന്ത്യയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്, അല്ലെങ്കിൽ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന് ലോകത്തോട് ഒരു കൃത്യമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടിയത്. പാർലമെൻ്ററി പ്രവർത്തനത്തിലൂടെ നിയമനിർമ്മാണം, വലതുപക്ഷം ആ നിയമം നടപ്പിലാക്കാൻ തയ്യാറില്ലാത്ത സാഹചര്യത്തിൽ പാർലമെൻറ്റേതര മാർഗത്തിലൂടെ ആ നിയമം നടപ്പിലാക്കുക എന്ന പുതിയ പ്രക്രിയ. പാർലമെൻ്ററി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ച നിയമം നടപ്പിലാക്കാൻ കൂട്ടാക്കാത്ത ഭരണവർഗ നിലപാടുകൾക്കെതിരായി നമ്മൾ അതിശക്തിയായ പോരാട്ടത്തിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, പാർലമെൻറ്റേതര മാർഗം. പാർലമെൻ്ററി മാർഗമുണ്ട്, പാർലമെൻറ്റേതര മാർഗമുണ്ട്. പാർലമെൻറ്റേതര മാർഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്:
ജനകീയമായ പോരാട്ടത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിയമിച്ച അല്ലെങ്കിൽ നിർമ്മിച്ച നിയമം നടപ്പിലാക്കുക. 1969 ഡിസംബർ മാസം 14-ാം തീയതി കൃത്യം 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു വലിയ സമ്മേളനം ആലപ്പുഴയിൽ വിളിച്ചു ചേർത്തു. കർഷക തൊഴിലാളികൾ, സഖാവ് സുന്ദരയ്യ, EMS, AKG, അഴീക്കോടൻ രാഘവൻ, CH കണാരൻ, VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളും, എല്ലാ നേതാക്കളും ഇവരെല്ലാം ചേർന്നുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പാർലമെൻറ്റേതര മാർഗം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, അതിൻ്റെ ഒരുക്കം എന്തായിരിക്കണം. അവിടെ സഖാവ് AKG ആണ് ഫലപ്രദമായിട്ട് സമരപ്രഖ്യാപന പ്രസംഗം നടത്തിയത്. സഖാവ് AKG പറഞ്ഞു, കാർഷിക ഭൂവൽക്കരണ ഭേദഗതി നിയമം എന്ന് പറഞ്ഞാൽ ജന്മിത്വം അവസാനിപ്പിക്കുന്ന നിയമം പാസ്സായി. പക്ഷെ നടപ്പിലാക്കാൻ തയ്യാറില്ല. നടപ്പിലാക്കാൻ തയ്യാറില്ലാത്ത ഈ സന്ദർഭത്തിൽ ഞങ്ങളിതാ എന്ന് പറഞ്ഞാൽ ഈ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്, 5 ലക്ഷം ആൾ പങ്കെടുത്തുന്നതാണ്. ആ ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ട് സഖാവ് AKG പറഞ്ഞു, 1970 ജനുവരി മാസം 1 അന്ന് ഈ കേരളത്തിലെ കർഷക തൊഴിലാളികളും കൃഷിക്കാരും ഉൾപ്പെടെയുള്ള മുഴുവൻ മനുഷ്യരും അവർ നിൽക്കുന്ന ഇടം, അവരുടെ ഭൂമി, അത് കുടികിടപ്പാവാം, ഭൂമിയാവാം, കൃഷിഭൂമിയാവാം, അവർ അതിൻ്റെ അവകാശം സ്ഥാപിക്കും, പിടിച്ചെടുക്കും എന്ന് തന്നെയാണ്. 1970 ജനുവരി മാസം 1 ഈ കേരളം കണ്ട ഏറ്റവും പരിവർത്തനപരമായ ഒരവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. കേരളത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരു മനസ്സോടെ എല്ലാ ഭൂപ്രമാണിമാരുടെയും അവരോടൊപ്പം നിൽക്കുന്ന ഭരണകൂട സംവിധാനത്തിൻ്റെയും കടന്നാക്രമങ്ങളെ അതിജീവിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യൻ്റെ കുടികടപ്പുകൾ ആദ്യം വളച്ചു കെട്ടി. ഏതാണ്ട് 2 വർഷക്കാലം നീണ്ടുനിന്ന പോരാട്ടം. ഭാർഗവി എന്ന സ്ത്രീ സഖാവ് ഉൾപ്പെടെ 18 സഖാക്കളെ വെടിവെച്ചു കൊന്നു, മൃഗീയമായിട്ട് കുത്തിക്കൊന്നു. ഗുണ്ടകളും അതുപോലെ തന്നെ പോലീസും ഇവരെല്ലാം ചേർന്ന് നടത്തിയ കടന്നാക്രമത്തെ അതിജീവിച്ചുകൊണ്ടാണ് പിന്നീട് മിച്ചഭൂമി സമരത്തിലേക്ക് 10,000-കണക്കിന് ആളുകൾ ജയിലിലേക്ക്, വലിയ കടന്നാക്രമത്തിലേക്ക്, അന്നത്തെ CRP ഉൾപ്പെടെയുള്ള പോലീസിൻ്റെ നരവേട്ട, ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോയ കേരളത്തിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളായി. ആ തീരുമാനം ഇങ്ങനെയാണ്: കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന കുടുംബങ്ങളിൽ 36 ലക്ഷം കുടുംബങ്ങൾക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനവും നടത്തിയ ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായി പാർലമെൻറ്റേതര പ്രവർത്തനത്തിൻ്റെ കൂടി സ്വാധീനം ഉപയോഗിച്ച് 36 ലക്ഷം കുടുംബങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമി നൽകിയ പ്രസ്ഥാനമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനത്തിൻ്റെ തീരുമാനങ്ങളിൽ നിന്നാണ് ഓരോരോ ഘട്ടവും കടന്നു വന്നത്. ഞാൻ ഓരോന്നോരോന്നായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, മൗലികമായ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ. 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി കിട്ടി. 5 സെന്റ് മാത്രമൊന്നുമല്ല, 5 സെന്റ് മുതൽ 15 ഏക്കർ വരെയുള്ള ഭൂമി കേരളത്തിലെ ഭൂരിപക്ഷം കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന പുതിയ സാഹചര്യം രൂപപ്പെട്ടു വന്നു. കേരളത്തെ ഇന്നത്തെ നിലയിലേക്ക് മാറ്റിയതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം അതാണ്. പിന്നീട് സാർവദേശീയ തലത്തിൽ നടത്തിയിട്ടുള്ള നമ്മുടെ പഠന കോൺഗ്രസുകളുണ്ട്, പുതിയ കണ്ടെത്തലുകളുണ്ട്, ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ ഇടപെടലുണ്ട്, നമ്മുടെ കുടുംബശ്രീ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, സാക്ഷരതാ പ്രസ്ഥാനമുണ്ട്, തുടങ്ങി നിരവധിയായ പ്രസ്ഥാനങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങളിൽ പട്ടിണിയും അതുപോലെ തന്നെ ദാരിദ്ര്യവും അവസാനിപ്പിക്കാൻ വേണ്ടി നടത്തിയ നിരവധിയായ ശ്രമങ്ങൾ. ഇന്ന് കേരളം ഇന്ത്യയുടെ മുന്നിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു സാമ്പത്തിക ശേഷിയുള്ള നാടല്ല. നല്ലപോലെ നമ്മൾ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്, ഇനിയും മുന്നോട്ടേക്ക് വരും. നമ്മൾ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കാഴ്ചപ്പാട് തന്നെയാണ് കഴിഞ്ഞ സമ്മേളനം മുന്നോട്ടേക്ക്. നവകേരളം പാർട്ടി സമ്മേളനത്തിലാണ് ചർച്ച ചെയ്തത്, അവിടെയാണ് അവതരിപ്പിച്ചത്. അവിടെ നിന്നാണ് ഭരണം കൈകാര്യം ചെയ്യുന്ന ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഓരോന്നോരോന്ന് വന്നത്. അന്ന് പറഞ്ഞു പട്ടിണി ഇല്ലാത്തൊരു നാടാക്കും കേരളം. നവകേരളത്തിന് പട്ടിണി പറ്റില്ലല്ലോ, പട്ടിണി കിടന്നാൽ പിന്നെ എന്ത് നവകേരളം? അപ്പോൾ ഒന്നാമത്തെ മന്ത്രിസഭ കഴിഞ്ഞ് ഒന്നാമത്തെ ടേം കഴിഞ്ഞ് രണ്ടാമത്തെ ടേമിലെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒന്നാമത്തെ തീരുമാനം, കേരളത്തിലെ അതിദരിദ്രരായ ആരൊക്കെ കണ്ടെത്തണം, സൂക്ഷ്മാംശം. നമ്മൾ വളരെ വേഗത്തിലാണ് അത് കണ്ടെത്തിയത്. 64,006 കുടുംബമുണ്ട്. ആ 64,006 കുടുംബം അതിദാരിദ്ര്യത്തിൽ. അപ്പോൾ നമ്മുടെ പണി അതിദാരിദ്ര്യം അവസാനിപ്പിക്കണം.
സൂക്ഷ്മാംശം ഇപ്പം പ്ലാൻ ചെയ്തിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേനയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ നവംബർ 2023 നവംബറിൽ നല്ല രീതിയിലുള്ളൊരു ഇടപെടൽ നടത്തി. പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെൻറ്റും എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം കൂടി ചേർന്ന് നടത്തിയ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി 46,006 കുടുംബത്തിൽ നിന്ന് 64,006 കുടുംബത്തിൽ നിന്ന് 30,000 കുടുംബം കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് തന്നെ എന്ന് പറഞ്ഞാൽ ഈ നവംബറിൽ, അതിനു മുമ്പുള്ള നവംബറിൽ അവരുടെ അതിദാരിദ്ര്യം അവസാനിപ്പിച്ചു. ഇനിയിപ്പോൾ 30 കഴിഞ്ഞാൽ ബാക്കി 34,006 കുടുംബം ഉണ്ടായിരുന്നത്. അതിലിപ്പോഴും ചില പഞ്ചായത്തുകളെല്ലാം പൂർണ്ണമായിട്ടും അതിദാരിദ്ര്യം അവസാനിപ്പിച്ച് കഴിഞ്ഞു. ഇപ്പോഴും തീരുമാനിച്ചിരിക്കുന്നു 2025 നവംബർ 1 ഈ കേരളം ബാക്കി വരുന്ന ഈ പറഞ്ഞ രീതിയിലുള്ള 30,000-ലധികം വരുന്ന ആളുകൾ ഒരു വലിയ വിഭാഗം ഇപ്പോൾ തന്നെ അതിൽ നിന്ന് മോചിതമായിട്ടുണ്ട്. ബാക്കിയുള്ളവരെ മുഴുവൻ വരുന്ന വർഷമാവുമ്പോഴേക്ക്, നവംബർ ആവുമ്പോഴേക്ക് അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച് ഇന്ത്യയിൽ അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി ഈ കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതാണ് നമ്മുടെ നവകേരളം. ഞാൻ ഒന്നേ പറഞ്ഞിട്ട് ഇതുപോലെ മുഴുവൻ പറയാനുണ്ട്. ഇതെല്ലാം പറയാൻ ഇപ്പോൾ സമയമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. നവകേരളത്തിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഒന്നാം പിണറായി ഗവൺമെൻറ് ഊന്നിയത് LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ലോകോത്തരമായ നില, കിഫ്ബിയുടെ പിന്തുണയോടുകൂടി അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ രൂപപ്പെടുത്തി കണ്ടാൽ തിരിച്ചറിയാത്ത രീതിയിൽ നമ്മുടെ LP സ്കൂളുകളും UP സ്കൂളുകളും ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളും മാറി. ലോകോത്തരമായ രീതിയിലുള്ള പഠന സംവിധാനം രൂപപ്പെടുത്തി. അപ്പോൾ പറഞ്ഞു, ഇനി നമുക്ക് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ കോഴ്സ് 4 വർഷ ഡിഗ്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് മുമ്പോട്ടേക്ക് പോവുകയാണ്. അതിന് പരവെക്കാൻ ഗവർണറൊക്കെ ഉണ്ടായി, കേന്ദ്ര ഏജൻസി ഉണ്ടായി എന്നുള്ളത് വേറെ കാര്യം. അതിനെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോയത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായി നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയും MG യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ മാറുന്ന ചിത്രവും വന്നു. വലിയ മാറ്റമാണ്. ആ മാറ്റം ഇനിയും തുടർന്ന് മുമ്പോട്ടേക്ക് കൊണ്ടുപോകണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കുടുംബങ്ങളിലും ഇപ്പോഴും അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളാണ്. അപ്പോൾ തൊഴിൽ രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ. ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നമ്പറാണ് പറഞ്ഞത് 20 ലക്ഷം. 20 ലക്ഷം ആൾക്ക് തൊഴിലോ? എവിടെ? അതിൻ്റെ കൂട്ടം പറഞ്ഞു വിജ്ഞാന സമൂഹം. അതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു വിജ്ഞാന സമ്പദ് വ്യവസ്ഥ. വിജ്ഞാന സമൂഹം എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് ഊഹിച്ചെടുക്കാം വിജ്ഞാനമുള്ളൊരു സമൂഹം ഒന്ന്. എന്നാൽ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. കാരണം സമ്പദ് വ്യവസ്ഥയെ പറ്റി പഠിക്കുന്നത്, ലോകത്തെമ്പാടും പഠിക്കുന്നത്, എക്കണോമിക്സിൻ്റെ ഭാഗമായി പഠിപ്പിക്കുന്നത് എല്ലാ സമ്പദ് വ്യവസ്ഥയുടെയും കാതലായ, പ്രത്യേകിച്ച് മുതലാളിത്തത്തിൻ്റെ ഭാഗമായ കാതലായ അതിൻ്റെ കേന്ദ്ര ബിന്ദു പണമൂലധനമാണ്. പണമൂലധനം. കേരളത്തിൽ ആദ്യമായിട്ട് വേറൊരു മൂലധനത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അത് അറിവാണ്, നോളജ്. നമ്മുടെ വിദ്യാഭ്യാസമാണ്, നമ്മുടെ ശേഷി. ഈ അറിവിനെ മൂലധനമാക്കി ഒരു സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യാൻ നമുക്കായാൽ ഒരു സംശയവും വേണ്ട, നമ്മുടെ സ്വന്തം കാലിൽ കേരളത്തിൽ നിൽക്കാനാവും. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ കൊല്ലം തന്നെ 57,000 കോടി നമുക്ക് തന്നില്ല. കടം വാങ്ങാൻ 1,80,000 കോടി രൂപയ്ക്ക് അവകാശം ഉണ്ടായിട്ടും അനുവദിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റും കൂടി നടപ്പിലാക്കുന്ന പദ്ധതിക്ക് വേണ്ടി കേന്ദ്രം തരേണ്ടുന്ന 7,000 കോടി രൂപയും തന്നില്ല. നമ്മുടെ ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ പ്രയാസപ്പെടുന്നുണ്ട്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിനു മുമ്പ് CPIM ചർച്ച ചെയ്ത് എന്താണ് മുൻഗണന എന്ന് തീരുമാനിച്ചു. ആ മുൻഗണന പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി 300 റൂൾ 300 അനുസരിച്ച് കേരള അസംബ്ലിയിൽ സഖാവ് പിണറായി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അവതരിപ്പിച്ചു. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഗവൺമെൻറ് മുമ്പോട്ടേക്ക് പോകുന്നത്. സാമ്പത്തിക രംഗത്ത് പ്രശ്നമുണ്ട്.
ആ പ്രശ്നമുള്ളതുകൊണ്ട് ഒരു വികസന പ്രവർത്തനവും മാറ്റിവെക്കാൻ ഈ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വിഴിഞ്ഞം പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് തരുമെന്ന് പറഞ്ഞ ഫണ്ട് പോലും തരാൻ തയ്യാറാവുന്നില്ല. തരണമെങ്കിൽ നിങ്ങൾ തിരിച്ചടക്കണമെന്ന് പറയുക. പക്ഷേ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. അതുവഴി കേരളത്തിലെ ഏറ്റവും പ്രധാനമായ തെക്കൻ കേരളം മുഴുവൻ ഒരു പുതിയ തലത്തിലേക്ക് ഉയരാൻ പോവുകയാണ്. ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ തുറമുഖമായി വിഴിഞ്ഞം മാറാൻ പോവുകയാണ്. അനുബന്ധമായ വളർച്ച എന്ന് പറയുന്നത് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല, കണ്ണഞ്ചിക്കുന്ന രീതിയിലായിരിക്കും. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലുള്ള വളർച്ച. ഇതൊക്കെ ഒരു സ്വപ്നം പോലെ പറയുകയല്ല, വസ്തുതാപരമായിട്ട് പറയുക. വ്യാവസായിക ശൃംഖലയെ ശക്തിപ്പെടുത്താൻ കൊച്ചിയിൽ നിന്നൊരു കോറിഡോർ ആരംഭിക്കുകയാണ് കോയമ്പത്തൂരേക്ക്. ആ വഴിയെല്ലാം തന്നെ വ്യാവസായികവൽക്കരിക്കാനാണ്. ഇപ്പം തന്നെ പാലക്കാട് 1300 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തത്. 1300 ഏക്കർ. രാജീവ് മിനിസ്റ്റർ പറയുണ്ടായി, വ്യവസായ വകുപ്പ് മന്ത്രി, ഇവിടെ സംരംഭം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം 1 ലക്ഷം പറഞ്ഞപ്പോൾ 1 ലക്ഷത്തിലധികം കിട്ടി. 2 വർഷം കൊണ്ട് 2,40,000 സംരംഭം. 7 ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വേദിയായിട്ടത് മാറി. ഇനി 14,000 ആളുകൾ കാത്തിരിക്കുകയാണ്. ഇപ്പോഴും അവർക്ക് ഭൂമി, സൗകര്യം, പശ്ചാത്തലം. അത് ഇരുമ്പുരുക്ക് വ്യവസായമല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ബുദ്ധി, അറിവ് ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ ആധുനിക വ്യവസായ ശൃംഖല. കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്ക് ഒരു കോറിഡോർ, വ്യാവസായിക കോറിഡോർ. ഇതെല്ലാം ശരിയായ രീതിയിൽ അങ്ങോട്ട് നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ഈ വിജ്ഞാന സമൂഹത്തെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയാക്കി രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ, 15,000 സ്റ്റാർട്ടപ്പുകളെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ, ലോക മാർക്കറ്റിൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾക്ക് നല്ല മൂല്യമുണ്ട്. നമുക്ക് തന്നെ അത് ഉപയോഗിക്കാൻ കഴിയും. ഈ കേരളത്തിൻ്റെ ചിത്രം അങ്ങോട്ട് മാറും. കേന്ദ്ര ഗവൺമെൻറ് ഈ സമ്പദ് വ്യവസ്ഥയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങൾ തരുന്നില്ല എന്നുള്ളത് ശരി. പക്ഷെ എത്ര കാലമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുക? നമ്മൾ സമരം നടത്തിയിട്ടുണ്ട്, പ്രക്ഷോഭത്തിലേക്ക് പോയിട്ടുണ്ട്, കോടതിയിലേക്ക് പോയിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി വേണം. തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ പറ്റി ഞാൻ പറഞ്ഞു. 7 ലക്ഷത്തിലധികം ആൾക്ക് ഇപ്പോഴും തൊഴിൽ കിട്ടി. അതിൻ്റെ പുറമേ സ്വയം സംരംഭകത്തിൻ്റെ ഭാഗമായിട്ടുള്ള 7 ലക്ഷത്തിന് പുറമേ ഏതാണ്ട് 3 ലക്ഷം ആളുകൾക്ക് ഇപ്പോഴും തന്നെ ജോലിയായിട്ടൊരു 10 ലക്ഷമായി. ഇനി ഒരു 10 ലക്ഷത്തിന് കേഡസ്കുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ നോളേജ് എക്കണോമി മിഷനുമായി ബന്ധപ്പെട്ട് തൊഴിൽ കൊടുക്കാനുള്ള പദ്ധതികളാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്നത്. പത്തനംതിട്ട മോഡൽ നിങ്ങൾക്കറിയാലോ. തൊഴിൽ കൊടുക്കാൻ കഴിയും. തൊഴിലില്ലായ്മ മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നമാണെന്നും അത് പരിഹരിക്കാനാവില്ല മുതലാളിത്തം ഉള്ളിടത്തോളം കാലമെന്ന് പ്രസംഗിച്ചവരാ നമ്മളെല്ലാം. പക്ഷെ നമ്മൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്, സാധിക്കും. അഭ്യസ്തവിദ്യരായ 10-29 ലക്ഷം ആളുകൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിലുണ്ട്. 29. അതിൽ 20 ലക്ഷം ജോലി കൊടുക്കുന്ന ഇപ്പോൾ പറഞ്ഞത്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഫലപ്രദമായി നമുക്ക് ഇടപെടാൻ കഴിയും. നേരത്തെ പറഞ്ഞ മുതലാളിത്തത്തിൻ്റെ എല്ലാ കാലത്തും ലോകത്തെവിടെയും മുതലാളിത്തത്തിന് അതിന് റിസർവ് പട്ടാളം എന്ന സഹ വീട്ടിൽ രണദിവേ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ റിസർവ് പട്ടാളം എന്നത് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ മുദ്രാവാക്യമാണ് തൊഴിലില്ലായ്മയ്ക്കെതിരായ പോരാട്ടമെന്ന് BTR പറയുന്നത് ഈ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ വലിയ മാറ്റം നമുക്കുണ്ടാക്കാൻ കഴിയും. പുതിയ ക്യാമ്പയിൻ, ശുചിത്വ കേരളം, വീടില്ലാത്തവർക്കെല്ലാം വീട്, ഉയർന്ന ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സൗകര്യം, ലോകോത്തരവുമാണ് നമ്മുടെ ആരോഗ്യ പരിപാലനം. നമുക്കറിയാലോ, ലോകം മുഴുവൻ ഉത്കണ്ഠപ്പെട്ട ഘട്ടമാണ് COVID-19. ഇന്ത്യയുടെ ഭാഗമാണ് കേരളമെങ്കിലും അമേരിക്ക പോലും വിശകലനം ചെയ്തത് കേരളം ഒരു രാജ്യമായിട്ടാണ്. കേരളത്തിൻ്റെ വമ്പിച്ച രീതിയിലുള്ള മാറ്റം. എങ്ങനെയാണ് കേരളം മാറിയത്? ജനകീയ ആരോഗ്യ പ്രസ്ഥാനം. ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക ഉൾപ്പെടെ ഗവൺമെൻറ് സംവിധാനം മുഴുവൻ മാറ്റി, എല്ലാം പ്രൈവറ്റ് വൽക്കരിച്ചു, സ്വകാര്യവൽക്കരിച്ചു. എന്നിട്ട് ഇൻഷുറൻസ് എല്ലാവരും അടച്ചു, പണമെല്ലാം കൊടുത്തു. പക്ഷേ രോഗം ലക്ഷക്കണക്കിന് പിടിപെട്ടപ്പോൾ ഏത് വെന്റിലേറ്റർ, ഏത് ആശുപത്രി, ഏത് ചികിത്സ? അപ്പോഴാണ് ട്രംപ് പറഞ്ഞത്, ഒന്നും പേടിക്കണ്ട, ഭയപ്പെടണ്ട, നല്ല ശുദ്ധ വെള്ളം,
പിന്നെയോ പാരസെറ്റമോൾ ഗുളിക കഴിക്കുക, കിടക്കുക. കടന്ന് 60 വയസ്സ് കഴിഞ്ഞ് ലക്ഷക്കണക്കിന് ആളാണ് ചത്തുപോയത്. ഇത് കേട്ട് കടന്നുപോയ ഒരു വലിയ ആളുണ്ട്. അനുബന്ധ ചികിത്സ ഇല്ല, അനുബന്ധ രോഗങ്ങൾക്ക് ചികിത്സയില്ല. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ അനുബന്ധ ചികിത്സ കിട്ടാതെ മരിച്ചുപോയ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിട്ട് അമേരിക്ക മാറി. സമ്പത്ത് വ്യവസ്ഥയൊക്കെ വളരെ സജീവമാണ്, ആയുധശേഷിയെല്ലാം വളരെ കൂടുതലാണ്, സമ്പത്തും വളരെ കൂടുതലാണ്. പക്ഷേ മനുഷ്യൻ ചത്തൊടുങ്ങി. അപ്പോഴീ കേരളമാണ് അതിനെല്ലാം മാർഗനിർദ്ദേശം നൽകുന്ന രീതിയിൽ പിടിച്ചു നിന്നത്. ജനകീയാരോഗ്യ പ്രസ്ഥാനം നമ്മൾ സ്വകാര്യവൽക്കരിച്ചില്ല. നമ്മൾ ഫലപ്രദമായിട്ട് സ്വകാര്യത്തെ കൂടി ഉപയോഗിച്ച് നമ്മുടെ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമാക്കി. ഇവിടെ വെന്റിലേറ്റർ ഇല്ലാതുകൊണ്ട്, ഓക്സിജൻ ഇല്ലാതുകൊണ്ട് ആരും മരിച്ചില്ല. നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയി. ആരോഗ്യ പരിപാലനം, ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള മനുഷ്യന്മാരുള്ള നാട് കേരളം ഇന്ത്യയിൽ. 104 വയസ്സുള്ളവരും കോവിഡിൻ്റെ ഭാഗമായിട്ട് രക്ഷപ്പെട്ടു. 60 വയസ്സ് കഴിഞ്ഞവൻ അമേരിക്കയിൽ ചത്തൊടുങ്ങി. ഇതാ സംഭവം. അപ്പം വലിയ മാറ്റമാണ്. ഇനി ഈ മാറ്റത്തോടൊപ്പം ചേർന്ന് പോകണം നമുക്കിനി മുന്നോട്ടേക്ക് പോകാൻ. ഈ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കേണ്ടുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമുള്ള പ്രശ്നം. നമ്മൾ ഈ കേരളത്തെ പുതിയ തലത്തിലേക്ക് മാറ്റണം. അതിൽ ഒന്നാമത്തെ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞു, തൊഴിലില്ലായ്മ ഉൾപ്പെടെ പരിഹരിക്കാൻ വേണ്ടിയുള്ള പുതിയ വ്യവസായ ശൃംഖലകൾ, കോറിഡോറുകൾ, തുറമുഖങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, പുതിയ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ നോളജ് അനുസരിച്ചിട്ടുള്ള വ്യവസായങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇന്ത്യയിൽ തന്നെ വേറെ എവിടെയില്ലാതെ ഇവിടെ വരാൻ പോവുകയാണ്. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഇനി നമ്മൾ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, ലോകത്ത് കണ്ടിരിക്കേണ്ടുന്ന 52 സ്ഥലങ്ങളിൽ ഒന്ന് കേരളമാണ് എന്നാണ് ടൈം മാസിക പറഞ്ഞത്. അമേരിക്കയിൽ 52 സ്ഥലം ലോകത്ത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് കേരളം. കേരളം ഒരു സ്ഥലമായിട്ടാണ് കണ്ടത്. അതങ്ങനെയാണ്. ടൂറിസം അനന്ത സാധ്യതയാണ് കേരളത്തിനുള്ളത്. ഈ അനന്ത സാധ്യത നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ ശുചിത്വമാണ്. സാമൂഹ്യ ശുചിത്വം, സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ടുന്ന ഫലപ്രദമായൊരു ഇടപെടൽ, അതിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത 2025 മാർച്ച് ആവുമ്പോഴേക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ ശുചിത്വ കേരളം രൂപം കൊള്ളും. ഒരു ജനകീയ ക്യാമ്പയിനാണ്. ഈ സമ്മേളനം കഴിഞ്ഞു പോയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും വളരെ ശ്രദ്ധയോടുകൂടി നടത്തേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ശുചിത്വ കേരളം. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ദാരിദ്ര്യം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുക, അതിദാരിദ്ര്യം ഇല്ലാത്ത കേരളമാക്കുക. ലൈഫ് ഉൾപ്പെടെയുള്ള നിരവധിയായ പദ്ധതി പറയുന്നുണ്ട്. ഇങ്ങനെ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനത്തിലൂടെ നമുക്ക് കേരളത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്താൻ കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കേരളം നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് 1975 മുതൽ ഇങ്ങോട്ട്, അല്ല 1957 മുതൽ ഇങ്ങോട്ട് കൂട്ടിയാൽ മതി. 57 മുതൽ ഇങ്ങോട്ട് ലോകം ജനാധിപത്യ വിപ്ലവം നടന്നിട്ട് 400 കൊല്ലായി. വികസിത രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 400 കൊല്ലത്തിൻ്റെ അടുത്തുള്ള വളർച്ചയാണ്. നമ്മൾ അഭിമാനത്തോടുകൂടി പറയാനാണ് ഉദ്ദേശിക്കുന്നത് നവകേരളം. കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൻ്റെ ഭാഗമായി കേരളം മുന്നോട്ടേക്ക് വെച്ച നവകേരളത്തിൻ്റെ ഭാഗമായി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾച്ചേർന്നുകൊണ്ട് എന്താണ് നേടുക? വളരെ വ്യക്തം. അത് 400 വർഷക്കാലമായി ലോകം വികസിത രാജ്യങ്ങളിൽ നേടിയ, ആ ജനങ്ങൾ അനുഭവിക്കുന്ന നേട്ടമുണ്ട്. ആ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക്, കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ഒരു 20 കൊല്ലം കൂടി കഴിയുമ്പോൾ ഇതേ പാതയിലൂടെ മുന്നോട്ടേക്ക് പോയാൽ നമുക്ക് തീർച്ചയായും എത്തിച്ചേരാനാവും. ആ കടമയാണ് നമുക്ക് യഥാർത്ഥത്തിൽ നവകേരളത്തിൻ്റെ ഭാഗമായി നിർവഹിക്കാനുള്ളത്. ഇന്ത്യക്ക് ഒരു സംസ്ഥാനത്തിനും അവകാശപ്പെടാനാവാത്ത രീതിയിലുള്ള ഒരു പുതിയ കേരളം, നവകേരളം, അതിനു വേണ്ടിയിട്ടാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം വളരെ ലളിതമായിട്ടും
വളരെ നേർവഴിയിലൂടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാൻ പറ്റുമെന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവണ്ട. കാരണം ഏതാണ്ട് 1959 ആ ഘട്ടത്തിലുള്ളതുപോലെ ഒരു പ്രത്യേക കൂട്ടായ്മ രൂപപ്പെട്ടു വരികയാണ്. വർഗീയ ശക്തികൾ, ജാതീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ സ്വത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിഭാഗങ്ങൾ. അത് ഭൂരിപക്ഷ വർഗീയത ഒരു ഭാഗത്ത്. ഭൂരിപക്ഷ വർഗീയതയെ പറ്റി പറയുമ്പോൾ ഇവിടെ RSSനെ പറ്റി പറഞ്ഞാൽ മിണ്ടിയാൽ അപ്പോൾ RSകാരും അതിൻ്റെ സൈബർ സെല്ലും പൂർണ്ണമായിട്ട് കടന്നു വരുന്നത് ഹിന്ദുക്കൾക്കെതിരായിരിക്കുന്നു. CPM RSSനെതിരായിട്ട് പറഞ്ഞാൽ അത് ഹിന്ദുക്കൾക്കെതിരായിട്ടൊന്നുമല്ല. RSS ഹിന്ദുക്കളിൽ ഒരു ചെറിയ വിഭാഗം മാത്രമാണ്. RSSനെതിരായിട്ട് ഞങ്ങൾ ഇനിയും പറയും. എന്നാൽ ഹിന്ദു സമുദായത്തിൻ്റെ ഏതെങ്കിലും പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളല്ല വിശ്വാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഞങ്ങൾ വിശ്വാസി സമൂഹത്തെ തന്നെയാണ് പ്രധാനമായിട്ടും കാണുന്നത്. അന്ധവിശ്വാസത്തിനെതിരായിട്ട്, വർഗീയതയ്ക്കെതിരായിട്ട് വരുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ, കേരളത്തിലെ ആശ്രയിക്കാവുന്ന ഒരു വിഭാഗം വിശ്വാസികൾ തന്നെയാണ്. വിശ്വാസികളൊന്നും വർഗീയവാദികളല്ല. വർഗീയവാദികൾക്കൊട്ട് വിശ്വാസവുമില്ല. വർഗീയവാദികൾ വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ്. വിശ്വാസികൾ യഥാർത്ഥത്തിൽ വർഗീയതയ്ക്കെതിരാണ്. അപ്പോൾ വർഗീയ വിരുദ്ധ പ്രസ്ഥാനത്തിലെ പ്രബലമായ ശക്തി വിഭാഗം വിശ്വാസികളാണ്. അതുകൊണ്ട് RSകാർ പറയുന്നത് പോലെ ഹിന്ദുക്കൾക്ക് CPM എതിരാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. RSSന് ഞങ്ങളെതിരാണ്. RSSനെ പറഞ്ഞാൽ ഹിന്ദുക്കൾക്കെതിരാവില്ല. ഇതേപോലെ മറുഭാഗത്ത് ഇപ്പോൾ MD വാസുദേവൻ എന്നവർ നമ്മളെ വിട്ടുപിരിഞ്ഞു. ഈ കേരളം കണ്ട പ്രതിഭാശാലികളായ ഏറ്റവും പ്രമുഖനായ അതിൽ ഒന്നാം നമ്പർ ആരാണെന്ന് ചോദിച്ചാൽ MD തന്നെയാണ്. അദ്ദേഹം കഥയും അത് ചെറുകഥ മുതൽ തുടങ്ങി നോവല്, സിനിമ എന്ന് പറഞ്ഞ സംവിധാനം, തിരക്കഥ, എത്ര തിരക്കഥകളാണ് ലോകോത്തരമായ രീതിയിലുള്ളതാണ്. ഇതെല്ലാം അദ്ദേഹം കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മാതൃഭൂമിയിലെ വീക്കിലിയുടെ ചീഫ് എഡിറ്ററായിരുന്നു. ഒക്കെ ശരിയാ. പക്ഷേ ഈ പാർട്ടിയെ കൊത്തിവലിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മോടൊപ്പം നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവർ ഉൾപ്പെടെ ഒപ്പിട്ട് കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് വന്നപ്പോൾ ഒപ്പിടാൻ വേണ്ടിയിട്ട് MDയുടെ അടുത്ത് പോയി. പൊതുവേ നിശബ്ദനാണല്ലോ. MD വായിച്ചു, ഒപ്പിട്ട ആളെ പേരും നോക്കി. MD പറഞ്ഞു, ഞാൻ ഒപ്പിടില്ല. വെറുതെ തിരിച്ചതല്ല, ഞാൻ ഒപ്പിടില്ല. എന്തെല്ലാം പ്രശ്നങ്ങളും വിമർശനങ്ങളും CPIMനെ പറ്റിയുണ്ടെങ്കിലും CPIM ഇല്ലാതെ കേരളത്തെ പറ്റി ചിന്തിക്കാൻ പോലും ആവില്ല എന്നാണ് MD പറഞ്ഞത്. തുഞ്ചൻപറമ്പിലെ ഒരു സന്ദർഭത്തിലും RSകാരനെ പ്രവേശിപ്പിക്കാത്ത വർഗീയ വിരുദ്ധ നിലപാട് അതിന് ചെയർമാൻ എന്ന രീതിയിൽ ഇക്കാലമത്രയും മുമ്പോട്ടേക്ക് കൊണ്ടുപോയ ഏറ്റവും പ്രമുഖനായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് MD. എന്താ RSകാർ പറഞ്ഞത്? RSR പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും നിർമ്മാല്യം ഉദ്ദേശിച്ചുകൊണ്ട്, നിർമ്മാല്യം മാത്രമല്ല നിരവധി കൃതികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവർ പറയുന്നത്. അതെല്ലാം ആചാര മര്യാദകൾക്കെതിരായിട്ട് നിലകൊണ്ട ഒരാളാണ് ചത്തുപോയത് എന്നാണ്. സൈബർ അക്രമമാണ് MDക്കെതിരായിട്ട്. ഇതേപോലെ മറുഭാഗത്ത് ജമായത്തെ ഇസ്ലാമി എന്താ പറഞ്ഞത്? ജമായത്തെ ഇസ്ലാമി പറഞ്ഞു, സവർണ എഴുത്തുകാരിൽ ഒരാൾ ചത്തു. മരിച്ചു എന്നൊന്നുമില്ല കേട്ടാ. അത് ഗാന്ധി ഗോഡ്സെ പറഞ്ഞ പോലെയാ ഗാന്ധിനെ പറ്റി. രണ്ട് ഭാഗവും, ഒന്ന് മുസ്ലിം തീവ്രവാദി ജമായത്തെ ഇസ്ലാമി SDP, മറുഭാഗത്ത് ഹിന്ദു വർഗീയവാദികൾ ഉൾപ്പെടെയുള്ള സംഘപരിവാർ. രാജ്യം മുഴുവൻ ആദരിക്കുന്ന നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ശവസംസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ നിമിഷം തന്നെ ഈ രണ്ട് വിഭാഗവും എല്ലാ തരങ്ങളിലും കടന്നാക്രമണം ആരംഭിച്ചു. ഇത് നമ്മൾ കാണണം. മതനിരപേക്ഷ ഉള്ളടക്കം കൈകാര്യം ചെയ്യുന്ന ഒരു എഴുത്തുകാരനായ, രാജ്യം അംഗീകരിച്ച, എല്ലാ അർത്ഥത്തിലും ഇനി ഒന്നും അദ്ദേഹത്തിന് കിട്ടാൻ ബാക്കിയില്ല, എല്ലാ അവാർഡും നേടിയിട്ടുണ്ട് അദ്ദേഹത്തിനെതിരായിട്ടാണ്. അപ്പോൾ നിങ്ങൾ കാണണം, കേരളത്തിൽ വർഗീയതക്കെതിരായി സംസാരിച്ചാൽ അവരെയെല്ലാം ഒരേ ദിശയിൽ നയിക്കുക എതിരായിട്ട്. അതാണ് വിജയരാഘവൻ്റെ പ്രസംഗത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശക്തിയായിട്ട് ജമായത്തെ ഇസ്ലാമി മുമ്പോട്ടേക്ക് വന്നു, കോൺഗ്രസ് മുന്നോട്ടേക്ക് വന്നു, BJP ഉൾപ്പെടെ എല്ലാവരും വന്നു. ഞങ്ങളൊരു കാര്യം ഉറപ്പായിട്ട് പറയാണ്,
ന്യൂനപക്ഷ വർഗീയതയുടെ അങ്ങേ തലയാണ് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമി, SDPI. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഈ ഭൂരിപക്ഷം കിട്ടിയത് വേറെ ഒന്നും കൊണ്ടല്ല, ഇവരെ സഖ്യകക്ഷിയാക്കി മാറ്റിക്കൊണ്ട് തന്നെയാണ്. ഇവർക്ക് 10,000, 5,000 വോട്ട് ഇവിടെ മണ്ഡലങ്ങളിലൊക്കെ ഉണ്ട്. മുസ്ലിം സാന്ദ്രതയുള്ള മേഖലയിലൊക്കെ 1,00,000 വോട്ടിനൊക്കെ നമ്മൾ തോറ്റതിൻ്റെ പിന്നിൽ പരിശോധിച്ച് നോക്കിയാൽ ഒരു 5,000, 10,000, 15,000 വോട്ട് ഇവരുടെ വോട്ടാണ്. അവസാനത്തെ പാർലമെന്റ്, ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ പാലക്കാട് തെരഞ്ഞെടുപ്പ് പരിശോധിച്ച് നോക്കിയാൽ അവിടെ 4,500ഓളം വോട്ട് BJPയുടെ വോട്ട് ഇവർ വാങ്ങിയിട്ടുണ്ട്. അതിന് പുറമെ 10,000-ലധികം വോട്ട് SDPIയുടേത് കിട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞു പത്രസമ്മേളനത്തിൽ. ഒരു 3,000-4,000 വോട്ട് ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, അത്രയേ ഉള്ളൂ അവിടെ. ഒരു 18,000 വോട്ടിന് ജയിച്ചത് അത്യപൂർവമാണ്, അത്ഭുതമാണ് AK ആന്റണി. ഒരത്ഭുതവുമില്ല. 4,000, 4,500 BJP വോട്ട് വാങ്ങിയത്, 10,000 വോട്ട് SDPIയുടെ വോട്ട്, 4,000 വോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട്. പിന്നെ എവിടുന്ന ഭൂരിപക്ഷം? ഇതാണ് ഏറ്റവും അവസാനത്തെ പാലക്കാട് ചിത്രം. ചേലക്കര നിങ്ങൾ ജയിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഗവൺമെൻറ് വിരുദ്ധ വികാരം അങ്ങേ തലത്തിലെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ചേലക്കര ഞങ്ങൾ ജയിക്കും. അങ്ങനെ ജയിക്കുമെന്ന് വിചാരിച്ചവർ തോറ്റപ്പോഴാണ് അവർക്ക് വലിയ പ്രയാസം ഉണ്ടായത്. ഗവൺമെൻറ് വിരുദ്ധ വികാരം അവരാഗ്രഹിക്കുന്ന പോലെ ഇല്ലല്ലോ എന്ന ചിന്ത. 3ാം ടേമിലേക്ക് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് പോകുമെന്നുള്ളതിൽ നിന്നാണ് ഗവൺമെൻറ്റിനെതിരായി, മുഖ്യമന്ത്രിക്കെതിരായി, പാർട്ടിക്കെതിരായി കടന്നാക്രമണത്തിന് ഈ ശക്തികളെല്ലാം ചേർത്തത്. പക്ഷേ ഒരു സംശയവും വേണ്ട, കോൺഗ്രസ് അതിൻ്റെ വില കൊടുക്കേണ്ടി വരും. മുസ്ലിം ലീഗ് അതിൻ്റെ വില കൊടുക്കേണ്ടി വരും. മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി നിൽക്കുന്ന നിരവധിയായ വിഭാഗങ്ങൾ ജമാഅത്തെ ഇസ്ലാമിനെതിരാണ്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേരളം ഞങ്ങളൊരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിനെതിരായും അതുപോലെ SDPIക്കെതിരായും ന്യൂനപക്ഷ വർഗീയതക്കെതിരായി അതിൻ്റെ ഒപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗ്, അതിൻ്റെ ഒപ്പം നിൽക്കുന്ന കോൺഗ്രസ് ഐക്യ മുന്നണിയായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിനെ ഞങ്ങൾ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. അത് കേരളത്തിൽ ചർച്ചയാവും, ഇനിയാവും. ആവട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മറുഭാഗത്ത് വർഗീയവാദം, ഭൂരിപക്ഷ വർഗീയത, അതാണ് ഫാസിസത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളത്. രണ്ടും വ്യത്യാസമുണ്ട്. ഫാസിസത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളത് ഭൂരിപക്ഷ വർഗീയതയാണ്. അതിനെയും ഞങ്ങൾ ശക്തിയായിട്ട് തീർക്കും. ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതക്കെതിരായും ന്യൂനപക്ഷ വർഗീയതക്കെതിരായിട്ട് പൊരുതാതെ കേരളത്തിലെ മതസൗഹാർദ്ദം നിലനിർത്താൻ നമുക്ക് സാധിക്കില്ല. ഈ ഗവൺമെൻറ് ഉള്ളത് കൊണ്ടാണ് അവരാഗ്രഹിക്കുന്നത് പോലെ സംഘർഷത്തിലേക്ക് പോകാൻ സാധിക്കാതിരിക്കുന്നത്.